പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ജ്യോതി ജയേഷ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നിലെ പുനലൂരിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് മൊബൈലിൽ യൂട്യൂബ് കാണുന്നതിനിടയിലാണ്. അതിൽ ഒരുപാട് സാക്ഷ്യങ്ങളും ഇവിടുത്തെ അത്ഭുതത്തെക്കുറിച്ചും കേൾക്കുകയുണ്ടായി. പക്ഷേ ഞാൻ ഒരു ഹൈന്ദവ വിശ്വാസിയായ എനിക്ക് ഈ ആചാരങ്ങളോട് ആദ്യം എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2015 ഈ ഇളയ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എൻ്റെ 5ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ വലതുവശത്തെ കിഡ്നിയിൽ ഒരു വീക്കമുണ്ടെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. തുടർന്നുള്ള ഓരോ സ്കാനിങ്ങുകളിലും ഇതേ വീക്കം ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഈ വീക്കം ഉള്ളതിനാൽ SAT ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർമാർ റെഫർ ചെയ്യുകയുണ്ടായി. അവിടെ ചെന്ന് കുഞ്ഞിന് 3 മാസം വരെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. തുടർന്ന് MCU, റീനോഗ്രാം, അൾട്രാസൗണ്ട് സ്കാനുകൾ ചെയ്യുകയുണ്ടായി. ഈ ടെസ്റ്റുകളിലെല്ലാം കുഞ്ഞിന് വീക്കം കൂടി വരുന്നതായി ഡോക്ടർ പറയുകയുണ്ടായി. 3 വയസ്സാകുമ്പോൾ ഈ വീക്കം കുറഞ്ഞില്ലെങ്കിൽ 3 വയസ്സാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്താലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വളരെയധികം ഞാൻ വിഷമിക്കുകയുണ്ടായി. കാരണം ഈ കുഞ്ഞിന് അതുപോലെ ബുദ്ധിമുട്ടുകളാവില്ലേ, അത് ആലോചിച്ച് വളരെയധികം വിഷമിക്കുകയുണ്ടായി. അങ്ങനെ ഒരു യാത്രാവേളയിൽ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയുടെ അടുത്ത് നിന്നും സമീപത്തു നിന്ന് എനിക്കൊരു കൃപാസനം പത്രം കിട്ടുകയുണ്ടായി. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കുറേ നേരം ഞാൻ വായിക്കുകയും അതിലെ സാക്ഷ്യങ്ങൾ തുടരെ വായിച്ചപ്പോൾ എനിക്ക് മാതാവിന് കൂടുതൽ വിശ്വാസമുണ്ടായി. അങ്ങനെ ഞാൻ 2024 ഏപ്രിൽ മാസത്തിൽ ഇവിടെ വരികയും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. കൂടുതൽ ആളുകളുള്ളതിനാൽ എനിക്കിവിടെ തിരക്ക് കാരണം എനിക്ക് എടുക്കാൻ പറ്റാതെ പോയി. അങ്ങനെ നവംബർ മാസത്തിൽ ഞാൻ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തു. ആ ഉടമ്പടിയിൽ ആദ്യമായി ഞാൻ എഴുതിയ നിയോഗം എൻ്റെ കുഞ്ഞിൻ്റെ ഈ രോഗവിവരത്തെക്കുറിച്ചായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് പോയതിന് ശേഷം 2 മാസവും ഈ കുഞ്ഞിൻ്റെ ഇടതും വലതും വശത്ത് ഞാൻ തൈലം ഉപയോഗിച്ച് തൊട്ട് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും ഉപയോഗിച്ച് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കൊടുത്ത് ഉപയോഗിച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ റേഡിയോളജിസ്റ്റ് എന്നോട് ചോദിച്ചു, കുഞ്ഞിന് വീക്കമൊന്നും കാണുന്നില്ലല്ലോ, ഓപ്പറേഷൻ ചെയ്തതാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഓപ്പറേഷനൊന്നും ചെയ്തില്ല, ഒരു കുഴപ്പമില്ല, അവിടെ വീക്കവും എല്ലാം കാണുന്നില്ല, നിങ്ങളിത് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാണിക്കുകയും ഡോക്ടർ പറഞ്ഞു, വീക്കം പൂർണ്ണമായി മാറി, നിങ്ങൾ 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഞാൻ ഈ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു, അവനെ ഒരു വീക്കവും കാണുന്നില്ല, നിങ്ങൾ ഇനി ഈ ട്രീറ്റ്മെൻറ്റ് ഇനി വരേണ്ട, ഫയൽ ക്ലോസ് ചെയ്തു. ഇതാണ് എനിക്ക് മാതാവ് ആദ്യം ചെയ്തു തന്ന അനുഗ്രഹം. ഒരു മരുന്നും അവന് കഴിച്ചിട്ടില്ലായിരുന്നു. ഈ തേനും ഉപയോഗിച്ചാണ് ഇവന് ഈ രോഗസൗഖ്യം ഉണ്ടായത്. ഇതാണ് എനിക്ക് ആദ്യം ദൈവം തന്ന അനുഗ്രഹം. രണ്ടാമത് ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് 5 വർഷം കൊണ്ട് എനിക്ക് തുടർച്ചയായ ശരീരത്തിൽ അലർജി രോഗങ്ങളായിരുന്നു. ശരീരം മൊത്തം അങ്ങ് അലർജി കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അതുപോലെ ശരീരവും തലവും മൊത്തം ചൊറിച്ചിലും തുമ്മലായിരുന്നു. അങ്ങനെ ഞാൻ ഹോമിയോയും അലോപ്പതി മരുന്നുകളും എല്ലാം ഒരുപാട് ഞാൻ കഴിച്ചു. എനിക്ക് യാതൊരു കുറവും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച്, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയും ഇവിടെ മാതാവിനോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ആ രോഗം മുഴുവൻ മാറി. എൻ്റെ ശരീരത്തിൽ ഒരു ആഭരണം ഒന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ചൊറിച്ചിലായിരുന്നു. എല്ലാം മാതാവ് എനിക്ക് മാറ്റിത്തന്നു. അതേ അലർജി രോഗമായിരുന്നു എൻ്റെ മോനും. അവനും ഇതേ കണ്ണ് ചൊറിച്ചിലും തുമ്മലുമായിരുന്നു. ആ കുഞ്ഞും ആശുപത്രിയിൽ പോയിട്ട് ഒരു കുറവുമില്ലായിരുന്നു. ഇത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൻ്റെ രോഗം മാറിയത്. ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ വെള്ളത്തിൽ ചാലിച്ച് കുട്ടികൾക്ക് ഞാൻ കുടിക്കാൻ കൊടുക്കുമായിരുന്നു. തേനും ഉപ്പുമാണ് അവർക്ക് കൊടുത്ത് ശരീരത്തിലും എല്ലാം തേനും ഉപ്പും കുടിക്കാൻ കൊടുക്കുകയും തൈലം ചൊറിച്ചിലുള്ളിടത്തെല്ലാം പരട്ടുമായിരുന്നു. അങ്ങനെ അവൻ്റെ അസുഖവും ഇതുപോലെ പൂർണ്ണമായി മാറി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിനടുത്തൊരു അനാഥാ മന്ദിരമുണ്ട്. അവിടെ ഞാൻ തുടർച്ചയായി പോവും. അവിടെ പോയി ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവർക്കുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ മാസത്തിൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി റോഡുകളിൽ ഇരിക്കുന്ന വൃദ്ധരായ വയസ്സായവർക്കൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും. ആത്മീയമായിട്ട് ഞാൻ വളരെയധികം ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും ഈ മാതാവിനോട് അടുക്കുകയും ഈ കുട്ടികൾക്കൊക്കെ ഇപ്പം ഭയങ്കര ആത്മീയമായിട്ട്
അവരന്ന് പ്രാർത്ഥന രീതിയിലും എല്ലാം അവർ എന്നേക്കാൾ മുന്നിട്ട് നിന്നാണ് അവർ പ്രാർത്ഥിക്കുന്നതും. പിന്നെ രാവിലെ 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ ഈ ഡെയിലി ബ്രെഡ് കൂടുകയും സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യും. പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുകയും ഈ ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. ഇവിടെയുള്ള മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ ദിവസവും ഞാൻ 3-4 സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുകയും ചെയ്യും. ഉടമ്പടി ധ്യാനം തുടർച്ചയായി ഞാൻ കേൾക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ ആത്മീയമായിട്ട് ഞാൻ വളർന്നത്. ഇത്രയൊക്കെ ചെയ്തെന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ ജീവിതാവസാനം വരെ, ഞാൻ മരണം വരെ ഞാൻ ഈ വിശ്വാസത്തിൽ മാതാവിനോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെയായിരിക്കും തുടരുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും. മത്തായി 15:31 ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നത് കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ജ്യോതി എന്ന ഈ അക്രൈസ്തവ മകൾ തൻ്റെ കുടുംബത്തിൽ ഓരോരുത്തർക്കും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച സൗഖ്യങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, തൻ്റെ ഇളയ കുട്ടി പ്രഗ്നൻ്റായ നാളുകളിൽ തന്നെ കിഡ്നി രോഗത്തിൻ്റെ ക്ലേശങ്ങൾ ഡോക്ടർമാരിലൂടെ അറിയുകയും അത് പിന്നീട് ഓരോ തവണയുള്ള സ്കാനിങ്ങിലും അതിൻ്റെ വീക്കം കൂടിക്കൂടി വരികയും അത് വല്ലാത്ത ക്ലേശത്തിലേക്കും 3 വയസ്സെത്തിയുള്ള ഓപ്പറേഷനിലേക്കും ഡോക്ടർമാർ അത് നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിചാരിതമായി ഒരു ബസ് യാത്രക്കിടയിൽ കിട്ടിയ കൃപാസനം പത്രത്തിലൂടെ അമ്മയെപ്പറ്റി അറിയുന്നതും ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നതും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കുഞ്ഞിൻ്റെ ഈ ശാരീരിക രോഗസൗഖ്യത്തിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇവിടെ എത്തിച്ചേരുന്നതും. മകൾ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയെടുത്ത നാൾ മുതൽ ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കുഞ്ഞിന് കൊടുത്തുകൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിന് വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം നടന്ന ഓരോ സ്കാനിങ്ങിലും കുഞ്ഞിൻ്റെ ആ കിഡ്നി സംബന്ധമായ രോഗത്തിന് സൗഖ്യം, അത് 3 മാസം നടന്ന സ്കാനിങ്ങിൽ അത് തീരെ ഇല്ല, സാധാരണ നിലയിലാകുന്നുവെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും പിന്നീട് 1 വർഷം കഴിഞ്ഞ് റിവ്യൂ അവർ ആവശ്യപ്പെടുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ റിവ്യൂ സ്കാൻ ചെയ്തപ്പോൾ ആ ഫയൽ തന്നെ കൊച്ചിൻ്റെ രോഗ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരേണ്ടതില്ല എന്നറിയിക്കുകയും ചെയ്യുന്നത്. യാതൊരു മരുന്നോ മറ്റൊരു ലേപനങ്ങളോ മറ്റൊരു ചികിത്സയോ ഒന്നും ചെയ്യാതെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം സഹോദരിക്ക് മകനുമുണ്ടായിരുന്ന ശാരീരികമായ അലർജി രോഗങ്ങൾക്ക് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും അവയുടെ ഉപയോഗത്തിലൂടെ ലഭിച്ച സൗഖ്യത്തെയും വിടുതലിനെയും പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മരുന്നുകൊണ്ട് മാറാത്തത്, സാധാരണ പരിശ്രമങ്ങളിൽ പരിഹാരമില്ലാത്തത് ദൈവശക്തിയാലും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വാസപൂർവകമായ പ്രയോഗത്താലും നമുക്ക് ആരോഗ്യവും സംരക്ഷണവും നൽകുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമ്മളെ എല്ലാവരെയും ക്രിസ്തുവിൽ ബലപ്പെടുത്തുകയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ അടയാളങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടയാളങ്ങളും സാക്ഷ്യങ്ങളുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.